ഞങ്ങൾ വേണ്ട കഴിഞ്ഞ ക്രിസ്മസ് സീസണിൽ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ആര്യാസ് ഉണ്ട്. പുതിയ ഹോട്ടലാണ്. ക്രിസ്മസ് സീസണാണെന്ന് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനത് പോസ്റ്റ് അനുസരിച്ച് താമസിച്ചു. പക്ഷേ അത് വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഈ ഹോട്ടലിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് കാര്യവട്ടത്തേക്ക് പോകുമ്പോൾ ഒരു 100 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഹോട്ടൽ. പുതിയ ഹോട്ടലാണ്. അന്ന് ഞങ്ങളത് വന്നപ്പോൾ കയറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വേറെ പല വീഡിയോസും ഇതുമെല്ലാം വന്നതോടുകൂടി ഇത് പോസ്റ്റ് ചെയ്യാൻ ഒത്തിരി ലേറ്റായി. ഞങ്ങളങ്ങനെ അവിടെ കയറി കഴിക്കാനായിട്ട് പൊടിദോശയാണ് വാങ്ങിച്ചത്. നല്ല ആംബിയൻസാണ് ഹോട്ടലിനകത്ത് കയറിയാൽ. സാമാന്യം നല്ല തിരക്കുണ്ട്. തീരെ കുറവെന്ന് പറയാനില്ല. ആൾക്കാർ കുറവാണെങ്കിൽ നല്ല ഒരുമാതിരി തിരക്കുണ്ട് അവിടെ. ഞങ്ങൾക്ക് അങ്ങനെ പൊടിദോശയൊക്കെ ഞങ്ങൾ അവിടെ കാണുന്നത് അവിടെ സാമ്പാർ വട എന്നൊരു സാധനമുണ്ട്. അതും ഞങ്ങളങ്ങ് ഓർഡർ ചെയ്തു. ഇതിൻ്റെ ചട്നി എന്ന് പറഞ്ഞാൽ തേങ്ങാ ചട്നി, തക്കാളി ചട്നി, പുതിന ചട്നി, പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബക്കറ്റിനകത്തിൽ സാമ്പാറും കൊണ്ടുവച്ചു. ഇത് തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആയിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മളെന്തായാലും നല്ല ടേസ്റ്റായിട്ട് അതെല്ലാം കഴിച്ചു. നല്ല ചൂട് വെള്ളവും കിട്ടും. അവിടെ കൂടുതലും തമിഴ്നാട്ടുകാരാണ് അവിടുത്തെ സ്റ്റാഫെല്ലാം. മലയാളം അവർക്കറിയാമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇച്ചിരി മലയാളത്തിന് പുറകോട്ടാന്ന് തോന്നുന്നുണ്ട് അവർക്ക്. എന്നാലും ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. ഈ കൊച്ചു ബക്കറ്റിനകത്താണ് ഞങ്ങൾക്ക് സാമ്പാർ കിട്ടിയേക്കുന്നത്. കുഞ്ഞു ബക്കറ്റ്, കാണാൻ നല്ല ഭംഗിയുള്ള കുഞ്ഞൊരു ബക്കറ്റ്, നല്ല സൂപ്പർ സാമ്പാറും അതെല്ലാം കൂട്ടി ഞങ്ങളൊരു പിടിയൊക്കെ പിടിച്ചു. ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാര്യം, തിരുവനന്തപുരത്ത് എപ്പോഴെങ്കിലും പോകുന്നവർക്ക് വെജിറ്റേറിയൻ ഫുഡ് വേണമെങ്കിൽ ഈ ഹോട്ടലിൽ നല്ല സൂപ്പർ ഫുഡുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും. നല്ല നീറ്റാണ് അവിടെ. ഇങ്ങനെയൊക്കെ ഞാൻ നീറ്റാണെന്നൊക്കെ തുടക്കത്തിലേ ഞാൻ കണ്ട് നിങ്ങളെങ്ങനെ പറയുമെന്ന് ചോദിക്കും. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് പിന്നീട്. അത് നിങ്ങൾ വീഡിയോ മൊത്തം മിസ്സാക്കാതെ കണ്ടെങ്കിൽ മാത്രമേ എന്താ കാരണം എന്ന് അറിയാനൊക്കത്തുള്ളൂ. ഫുഡും അതുപോലെ വെറൈറ്റി ഫുഡ് ഒരുപാട് കിട്ടുന്ന സ്ഥലമാണിത്. നമ്മൾ സാധാരണ തമിഴ്നാട് സ്റ്റൈലിൽ തന്നെ തമിഴ്നാട്ടിൽ സ്റ്റൈലിൽ കിട്ടുന്ന വെറൈറ്റി ഫുഡുകളുണ്ട്. അതൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പൊടിദോശ എന്നിപ്പോൾ എന്താ എന്നറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് വാങ്ങിച്ചതിന് ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ നമ്മുടെ സാമ്പാർ വട ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതും തമിഴ്നാട്ടിലെ സാമ്പാർ വടയും രസവടയും കൂടുതലും നമ്മളാദ്യം കേൾക്കുന്നത്. അവിടെ സാമ്പാർ വട കഴിച്ചു. അതും നല്ല ടേസ്റ്റാണ്. റേറ്റും അത്ര വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നല്ല, നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി. കാരണം ഞാൻ കാണുമല്ലോ. എന്ന് വെച്ചാൽ ഞാൻ മാസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ അവിടെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി അവരുടെ അടുക്കളയ്ക്കകത്ത് നമുക്ക് എത്തിനോട്ടം വലിയ ഇഷ്ടം. അതുകൊണ്ട് അടുക്കളയ്ക്കകത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുമ്പം അവിടുത്തെ അടുക്കള എങ്ങനെ നോക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അതിനകത്തൊന്ന് എത്തി നോക്കി. അവിടുത്തെ ജീവനക്കാരോട് കാര്യങ്ങൾ ചെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ അവർക്ക് മലയാളം പറയാൻ പോരാ എന്ന് മനസ്സിലായി. എന്നാലും അവരോട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചോദിച്ചപ്പോഴേ ഓണർ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലായുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഓണർ തന്നെ അല്ലല്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നല്ല വിശാലമായൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. 8-10 കാർ കിടക്കത്ത രീതിയിൽ നല്ലൊരു പാർക്കിംഗ് ഏരിയ അവിടെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 ബൈക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഞാനിത് പ്രത്യേകം പറയാൻ കാര്യം, അതിലൊരു ബൈക്ക് പുതിയ മോഡൽ. അതിൻ്റെ പേരൊക്കെ അന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ രസം തോന്നിട്ട്, പുതിയ ബൈക്ക് എടുത്ത രസം തോന്നിട്ട്. പിന്നെ ഞാനിത് പോസ്റ്റ് ചെയ്യാൻ ഇത്രയും താമസിച്ചതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഈ കോംബോ ഓഫർ അതുപോലെ 1-2 കാര്യങ്ങളും ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. അന്ന് ഞങ്ങളിപ്പോൾ അതില്ലായിരുന്നു. കോംബോയിൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് 80 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ആണ് ഇട്ടേക്കുന്നത്.
അതെന്താണെന്ന് ഞാൻ പറയാം. അതുപോലെ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ കാര്യവും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ കാര്യവും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളന്ന് വാങ്ങിച്ച് കഴിച്ചത് കോംബോ മീൽസാണ്. 50 രൂപയുടെ കോംബോ മീൽസാണ് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചത്. അതിനകത്തുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നമുക്കിപ്പോൾ കാണാം. എൻ്റെ ഒരു വലിയ ദോശ, ഗീ റോസ്റ്റ്, ഒരു പൂരി, ഒരു വട, ഒരു ഇഡ്ഡലി, പൊങ്കൽ, കേസരി, പൈനാപ്പിൾ കേസരി, അതുപോലെ ഉപ്പുമാവ്, പൂരിക്ക് കൂട്ടാൻ, ദോശയ്ക്ക് 3 കൂട്ടം ചമ്മന്തി, ദോശയ്ക്ക് 3 കൂട്ടം ചമ്മന്തി, സാമ്പാർ. നമുക്കൊരു ഒരുമാതിരി ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതിലൊരു കോംബോ മീൽസ് ധാരാളമാണ്. അതിൻ്റെ കൂടെ ഒരു കാപ്പിയോ ചായയോ അത് ഒന്നുകൂടെ കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ താമസിച്ചത് നന്നായി എന്ന് പറയാൻ കാര്യം. അപ്പം നിങ്ങളാരെങ്കിലും തിരുവനന്തപുരം വരെ പോകുന്നെങ്കിൽ ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ നോക്കുക. വെജിറ്റേറിയൻ ഫുഡ് കിട്ടും. ഇനി ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം.